ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എന്താണ് പറയുന്നത്? ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഞാൻ ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കാം. ഈ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഇവിടെ നിന്ന് വരുന്ന ലൈറ്റുകൾ ഡൈവേർജ് ചെയ്ത് ഈ പോയിന്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ F1ന്റെ ആൻസർ പോസിറ്റീവ് തന്നെയാണ്. F1ന്റെ ആൻസർ പറഞ്ഞിട്ടുള്ളത് 20 സെന്റിമീറ്റർ എന്ന് പറയുന്നു. ഓക്കെ, ഈസ് പ്ലേസ്ഡ് ഇൻ കോണ്ടാക്ട് വിത്ത് എ കോൺകേവ് ലെൻസ്. അപ്പോൾ ഒരു കോൺകേവ് ലെൻസ് ആണ്. ഇതാണ് ഒരു കോൺകേവ് ലെൻസ്, അത് നമുക്കറിയുന്ന കാര്യം. അവിടുത്തെ ഫോക്കൽ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ഇവിടെ നിന്ന് ലൈറ്റ് പാരലലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന റേ ഡൈവേർജ് ചെയ്ത് പോകും. അത് ഈ പോയിന്റിൽ നിന്ന് വരുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്. സോ F2ന്റെ ആൻസർ എടുക്കുമ്പോൾ അവിടെ നെഗറ്റീവായിട്ട് വേണം എടുക്കാൻ, മൈനസ് ആയിട്ട് വേണം എടുക്കാൻ. സോ F2 ഈസ് ഈക്വൽ ടു -15 സെന്റിമീറ്റർ. നമ്മുടെ അടുത്ത് ഫൈൻഡ് ഔട്ട് ദി എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 1/f ഈസ് ഈക്വൽ ടു അറിഞ്ഞിരിക്കണം 1/f1 പ്ലസ് 1/f2 എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്. സോ 1/f ഈസ് ഈക്വൽ ടു 1/f1ന്റെ ആൻസർ എത്രയാണ്? 20 മൈനസ്, ഓക്കെ അല്ല പ്ലസ്, ഇവിടുത്തെ സൈൻ പ്ലസ് അല്ലേ, പ്ലസ് F2ന്റെ ആൻസർ എന്താ? F2ന്റെ ആൻസർ -15 ആണ്. സോ ഈ പ്ലസും ഈ മൈനസും കൂടെ ചേർന്നാൽ മൈനസ് ആവും. സോ 1/20 മൈനസ് 1/15 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 1 × 15 ചെയ്താൽ 15 മൈനസ് 20 × 1 ചെയ്താൽ 20 ഡിവൈഡഡ് ബൈ 20 × 15. 20 × 15. അപ്പോൾ ഇത് രണ്ടും കൂടെ മൈനസ് ഈ 15 നിന്ന് 20 കുറയ്ക്കാൻ പറ്റൂല, 20 15 കുറയ്ക്കാൻ പറ്റൂ, നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പം -5 ഡിവൈഡഡ് ബൈ 20 × 50 അല്ലേ. ഇത് 1/f ആണ് കണ്ടുപിടിച്ചത്. ഈ എഫ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ തിരിച്ചെഴുതുക. സോ എന്ത് കിട്ടും? 20 × 15, ഇവിടെ മൈനസ് ഉണ്ട്, ഡിവൈഡഡ് ബൈ 5. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഈ 5നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ആണ്. 4ഉം 15ഉം കൂടെ ഗുണിച്ചാൽ 4ഉം 15ഉം കൂടെ ഗുണിച്ചാൽ എത്രയാണ്? 60. സോ -60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതാണ് എന്ത് ഫോക്കൽ ലെങ്ത്. ഇതിന് പവർ കണ്ടുപിടിക്കാൻ. പവർ കണ്ടുപിടിക്കാൻ ഇതിനെന്താക്കുക? മീറ്ററിലോട്ട് മാറ്റുക. സോ F ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? -60 സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ ഡിവൈഡഡ് ബൈ 100, അത്രയും മീറ്റർ. ഓക്കെ, അത് നിങ്ങളിവിടെ ചെയ്ത് നോക്കിയാൽ ഈ 0 വെട്ടി 0.6 മീറ്റർ എന്ന് കിട്ടും. സോ പവർ ഈസ് ഈക്വൽ ടു 1/f ആണ് പഠിപ്പിച്ചത്. സോ 1 ഡിവൈഡഡ് ബൈ -0.6 എന്ന് അടിക്കുക. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ -1.67. യൂണിറ്റ് ആലോചിക്കുക, ഡയോപ്റ്ററാണ്. പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്ററാണ്. നമ്മൾ 1 മാർക്കിനൊക്കെ ചോദ്യം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.